ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിപ്പൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണല്ലോ അച്ചാറുകളൊക്കെ. അപ്പോൾ നമുക്കിന്ന് മാങ്ങ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ റെഡിയാക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലുള്ള മാങ്ങ വെച്ചിട്ടാണ് അച്ചാർ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ മാങ്ങ പറിച്ചിട്ടില്ല, മാങ്ങ പറിച്ചെടുക്കണം. അപ്പം നമുക്ക് ഇതുപോലെ മാങ്ങയൊന്ന് പറിച്ചെടുക്കാം. ഒത്തിരി മാങ്ങയുണ്ട് കേട്ടോ വീട്ടിൽ. അപ്പോൾ ഇനി നമുക്കിത് പറിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മാങ്ങയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കഴുകിയിട്ട് ഒരു കോട്ടൻ്റെ കഷ്ണം വെച്ച് തുടച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോഴും അച്ചാറൊക്കെ റെഡിയാക്കുമ്പോൾ ഇതുപോലെ നല്ലതുപോലെ തന്നെ കഴുകിയിട്ടൊന്ന് തുടച്ചെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ മാങ്ങയുടെ തൊലിയൊന്നും കളഞ്ഞെടുക്കുന്നില്ല. ഇനി നമുക്ക് നമ്മുടെ മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് നുറുക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ മാങ്ങയൊക്കെ ഇവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ വലിയ വലുപ്പത്തിലല്ല, നല്ലതുപോലെ ചെറുതുമല്ല, ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കട്ട് ചെയ്യലൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്കിത് ഫസ്റ്റ് തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അച്ചാറാകുമ്പോൾ കുറച്ചൊക്കെ കൂടുതൽ ഉപ്പ് ഉണ്ടാവുമല്ലോ, കഴിച്ചിട്ട് കൂടി പോകാനും പാടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഈ മാങ്ങയിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഞാൻ ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1.5 സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അച്ചാറിലേക്ക് വേണ്ടിയിട്ട് ഉലുവയും കടുകും കൂടെ നല്ലതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി. ഇനി നമ്മളിത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ വറുത്തെടുക്കുന്നത്. അച്ചാറിൽ ഇതുപോലെ ഉലുവയും കടുകൊക്കെ പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് ചൂടാറിയതിന് ശേഷം ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇതുപോലെ നല്ലതുപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അച്ചാർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഗ്യാസിൽ ഇതുപോലെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ ഞാനിതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എള്ളെണ്ണ നല്ലെണ്ണ എന്നൊക്കെ പറയില്ലേ, അതാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 2 സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇതുപോലെ നമ്മൾ കടുക് ഒന്ന് പൊട്ടി വരാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ അച്ചാർ എപ്പോഴും റെഡിയാക്കുമ്പോൾ നമ്മൾ നല്ലെണ്ണയിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതാണ് നമുക്ക് അച്ചാറിൽ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു 3 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 സ്പൂണ് സാദാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, എരിവുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 സ്പൂണ് കായം പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവയും കടുകിൻ്റെയും കൂടെ പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് പാകത്തിനായിട്ടാണ് ഞാനിത് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. തീ സിമ്മിലിടണം. നമ്മളിതുപോലെ ഈ സമയത്തൊക്കെ തീ സിമ്മിലിടണാൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. ഇനി നമുക്കൊരു 4 സ്പൂണ് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. വീണ്ടും നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മസാലയും എല്ലാതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ മാങ്ങ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മാങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതുപോലെ ഉപ്പ് തിരുമ്മിയിട്ട് മാങ്ങ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങയിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ വെള്ളത്തോടൊക്കെ കൂടിയിട്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയിൽ നമ്മുടെ മാങ്ങ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മാങ്ങ 1 മണിക്കൂർ ഉപ്പ് തിരുമ്മി വെച്ചതോട്ടാണ് ഇതിൽ കുറച്ച് വെള്ളം കണ്ടല്ലോ.
അപ്പം നമ്മൾ കൂടുതൽ വിനാഗിരി ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ 1 മണിക്കൂറെങ്കിലും ഇതുപോലെ ഉപ്പ് തിരുമ്പിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ വെക്കേണ്ട 1 മണിക്കൂർ വെച്ചാൽ മതി. ഞാനിപ്പോൾ 1 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മാങ്ങ അതുപോലെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വിനാഗിരിയോ പുളിയൊക്കെ കുറവാണെങ്കിൽ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3-4 മിനിറ്റ് നല്ലതുപോലെ തന്നെ അതുപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പം ഞാനിതിലേക്ക് കുറച്ചും കൂടെ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പും വിനാഗിരിയും കൂടെ ഞാൻ വീണ്ടും കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സമയമാകുമ്പോൾ നമ്മളിതിലേക്ക് ടേസ്റ്റ് നോക്കിയിട്ട് വേണ്ടത് ചേർത്ത് കൊടുത്തിട്ട് 2-3-4 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അച്ചാർ തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വിനാഗിരി കുറച്ച് ഉപ്പും കൂടെ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം ടേസ്റ്റ് നോക്കി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2-3-4 മിനിറ്റ് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ അച്ചാർ റെഡിയാക്കി എടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.